നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സുജാത. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചെറുക്കുളം സ്വദേശിനിയാണ്. അപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് GCDനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ സാറിനോട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ GCDയുടെ മെമ്പറായിട്ടുള്ള സുജാത മാഡം കാസർഗോഡ് നിന്ന് ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ സജീവമായിട്ട് മനസ്സിലാക്കാനും ഇതിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന രീതിയിൽ സജീവ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തി ഈ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് ഇത് പഠിച്ച് ഇതിൻ്റെ ഒരു ഫുൾ ടൈം പ്രവർത്തകയായിട്ട് മാറുകയും ഇതിൻ്റെ നേട്ടങ്ങളെല്ലാം തന്നെ കൈവരിക്കുക എന്നുള്ളതാണ് മാഡം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും കാസർഗോഡ് നിന്ന് ഇത്രയും ദൂരം ഇവിടെ എത്തി ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോടെ തന്നെ പോകുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ നമ്മുടെ ഈ ജനകീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല. ഇന്ന് ലോകത്ത് തന്നെ ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം ക്രിപ്റ്റോ കറൻസിയുടെ കീഴിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഏത് രീതിയിലാണ് ജനങ്ങൾക്ക് ഗുണകരമാകുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുകയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ കാഴ്ചവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അത് പലതും NFT ഉണ്ട്, അതുപോലെ ചില ഗെയിംസ് ഉണ്ട്. ഇങ്ങനെയുള്ള ചില പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ. കൂടുതലും ട്രേഡിംഗ് ആണ്. വില കുറച്ച് വാങ്ങിച്ചു വെക്കുക, വില കൂടുമ്പോൾ വിൽക്കുക. പക്ഷേ എന്നാൽ ഈ 10ഓളം ഫിസിക്കൽ പ്രൊജക്റ്റ് കൊണ്ടുവന്ന ലോകത്ത് ആദ്യത്തെ കമ്പനി നമ്മുടെ. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല സർവീസ് കൊടുക്കാൻ സാധിക്കും. ഇപ്പം ഇന്ത്യ പോലുള്ള ഒരു രാജ്യം 140 കോടി ജനങ്ങൾ ഉള്ള ഒരു രാജ്യത്ത്, ഇത്രയും സംസ്ഥാനവും വിവിധ സംസ്കാരമുള്ള രാജ്യത്ത് നമ്മൾ തിരഞ്ഞെടുത്ത 10 മേഖല എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കുക, സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക, സാമ്പത്തികപരമായിട്ട് മുന്നോട്ടം ഉണ്ടാക്കിയെടുക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം നമ്മൾ 2023 നവംബർ മാസം 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ മുൻ MLA താമരാക്ഷൻ സാറും അതുപോലെ മുൻ കളക്ടർ MP ജോസഫ് സാറും കൂടാണ്ട് നമ്മുടെ ഈ GCD ടോക്കൺ ആദ്യമായിട്ട് വാങ്ങിച്ചത് ഡോക്ടർ ചാക്കോട് രാഷൻ സാർ US. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 10ഓളം ജില്ലകളെ ചെയർമാൻമാരായി. അപ്പം ഈ പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആദ്യത്തെ വർഷം GCD മാർട്ടിന് രൂപം നൽകി. അപ്പോൾ GCD മാർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് 4-5 കമ്പനിയാണ് ഇന്ത്യയിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ അവർ വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നു. അതെല്ലാം തന്നെ വിദേശ കമ്പനിയും പ്രൈവറ്റ് മേഖലയും. ഇവിടെ നമ്മൾ GCDയുടെ കീഴിൽ കൊണ്ടുവരുന്ന പ്രസ്ഥാനമാകുമ്പോഴുള്ള നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇത്രയും പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഇത്രയും ഈ GCD മാർട്ടിൽ വരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ GCD മെമ്പർമാർക്ക് വളരെയധികം വില കുറച്ച് സാധനം കിട്ടാനും യാതൊരുവിധ ഡ്യൂപ്ലിക്കേറ്റും നമ്മുടെ ഈ GCD മാർട്ടിന് കിട്ടത്തില്ല. അപ്പോൾ ഏകദേശം ഇപ്പോൾ 100-125 കമ്പനികളുടെ ഉൽപ്പന്നങ്ങളായിട്ട് അടുത്ത 2030 ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ ഈ GCD മാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായിട്ട് മാറ്റുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഒരു GCD ഫാമിലി എന്ന് പറഞ്ഞാൽ സർവ്വകാര്യങ്ങൾക്കും ഉൾപ്പെട്ടുകൊണ്ട് അതിൻ്റെ വരുമാന സാധ്യതകളെല്ലാം എത്തിക്കാനും നല്ല സർവീസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി വിഭാവനം ചെയ്യുന്നത്. ഇത് ഇന്ന് സാധാരണപ്പെട്ട കുറച്ച് ആൾക്കാരിലേക്ക് മാത്രമേ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ എത്തിയിട്ടുള്ളൂ. പക്ഷേ ഇത് ലോകം അറിയുന്ന ഒരു ദിവസം വരുമ്പോൾ ഇതിന് ഭയങ്കര ഡിമാൻഡായിരിക്കും. ഇന്ന് ഒരു ടോക്കൺ $1 മൂല്യം ഉണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 10 വർഷം കൊണ്ട് 10 പ്രോജക്റ്റ് കംപ്ലീറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ മൂല്യം ഭയങ്കര വലുതായിരിക്കും. അതിനോടൊപ്പം തന്നെ ആ മൂല്യം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ലാഭവിധം ഈ ടോക്കൺ ഹോൾഡ് ചെയ്തവർക്ക് കൂടി കിട്ടും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഒരു ആശയമാണ് നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത്.